നമ്മൾ സ്റ്റോക്സ് അല്ല, ട്രേഡിംഗ് അല്ല, ക്രിപ്റ്റോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. ജസ്റ്റ് ചാർട്ട് പാറ്റേണും ജസ്റ്റ് നമുക്കൊരു കോമൺ സെൻസും ഉണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ എത്ര $5 എന്തോ ഇട്ടിട്ട് ഇത് $300-400 അടുത്തായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, 397 എന്തോ ഉണ്ട് കണ്ടോ, +$68 സുഖമായിട്ട് നമ്മൾ കയറുന്നുണ്ട്. ഓക്കെ, അപ്പം പറയാനുള്ളത് ആ +68 അത് പെർ ഹവർ അങ്ങനെ എന്തോ കാണിക്കുന്ന റേറ്റാണ്. ശരി, കൂടി വന്നു. അതിൻ്റെ ചാർട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. സ്ലൈം കണ്ടോ, ഇതാണ് എടുത്തത്. ഇപ്പം 20% 24 മണിക്കൂർ കൂടിക്കൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിരിക്കും. അതേപോലെ നമ്മൾ ഇടുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, കാരണം മീം കോയിൻ ട്രേഡ് ചെയ്യുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ ഊമ്പുന്ന ഒരു സാധനമാണ് മീം കോയിൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും അത്യാവശ്യം നോളജും അത്യാവശ്യം വിവരവും ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിനകത്ത് സക്സസ് ആകാൻ പറ്റും. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ 2500% ആണ് ഇത് കൂടിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ $1 ഇട്ട് കഴിഞ്ഞാൽ 2500 സുഖമായിട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ മിനിമം $1 ഇട്ടുവാണെങ്കിൽ $1000 ഇടുവാണെങ്കിൽ 1000 × 2500, 1000 × 2000. ഓക്കെ, 2000 നോക്കുവാണെങ്കിൽ 1000 × 2000 എത്രയാണ്? 20 ലക്ഷം. 20 ലക്ഷം. ഓക്കെ, 2 മില്യൺ. ഇവിടെ $1 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 മില്യൺ ഇവിടെ പീക്ക് ടൈം ആവുകയാണെങ്കിൽ 3 മില്യൺ ആണ് ആക്ച്വലി. എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കാം. ഇത്രയും സക്സസ് ആയിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോം, വേറൊരു വഴിയോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമ്മൾ എന്ത് ട്രേഡിങ്ങോ എന്ത് കോപ്പോ അടിച്ചാലും, സ്റ്റോക്സ് ആയാലും എന്ത് കോപ്പായാലും നമുക്ക് ഇത്രയും ലക്ഷപ്രതികളോ ഇത്രയും പൈസ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സമയത്തിനുള്ളിൽ കാണിച്ചു തരാം. നമ്മൾ ഇത് ഇന്ന് 35 ജൂലൈ, ഇന്ന് തന്നെ 35 ജൂലൈ 10:00 ഉണ്ടാക്കിയ കോയിന് 12:30 ആയപ്പോൾ വെറും 2 മണിക്കൂർ കൊണ്ടാണ് 3 മില്യൺ ആയത്. ഓക്കെ, അല്ല ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഓക്കെ, അപ്പം ഇതിപ്പം വലുതായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ടൈം കഴിഞ്ഞു പോയി, നമ്മൾ ഇതിനകത്ത് കയറേണ്ട പൊസിഷൻ കഴിഞ്ഞു പോയി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ചാർട്ട് പാറ്റേൺ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്നത് ചാർട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ MACD നോക്കും, RSI നോക്കും. RSI മുകളിലാണ് ഇതിൻ്റെ ക്രോസിങ് ഓവർ നടന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെയും ക്രോസ് ഓവർ നടന്ന്, എന്നാലും ഞാൻ രണ്ടും നോക്കും ഏകദേശം. ഇത് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും സെല്ലിൻ്റെ ഇത് വരും. ഓക്കെ, RSI ആണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ പോവുകയാണെങ്കിൽ ബൈൻ്റെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഞാൻ എടുക്കുക. ചിത്രമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബൈൻ്റെ ഒരു ഓപ്ഷനാണ് ഞാൻ കാണുക. ഓക്കെ, RSI നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ MACD അതുപോലെ തന്നെ MACD ക്രോസിങ് ഓവർ നടന്നു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഒരു MACD ഉണ്ടാവും. ഇവിടെ തന്നെ നമുക്കിങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ കുറഞ്ഞ് പോരുന്നത് കാണാം. ഓക്കെ, ഇത് കൂടും. കണ്ടോ, വോളിയം കണ്ടോ. പിന്നെ അടുത്ത് നോക്കേണ്ട സാധനം എന്ന് വെച്ചാൽ വോളിയം. ഈ വോളിയത്തിലാണ് ഇത് കൂടി ഇറങ്ങിയത്. കണ്ടോ, ഇവിടെ നല്ലൊരു വോളിയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വോളിയത്തിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, എങ്കിലും വോളിയത്തിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് കയറാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിപ്പം. ഓക്കെ, അപ്പം ഇങ്ങനത്തെ സെക്കൻഡ് വേവ് ഇതിലൊന്നും ഞാൻ അധികം നോക്കാറില്ല. ഇത് അത്യാവശ്യം ഒരു വേവ് ഇല്ലാണ്ട് ഇതിങ്ങനെ കയറിപ്പോലെ ഇവിടെ വരെ എത്തിയിട്ട് ഒരു മാർക്കറ്റ് ക്യാപ്പ് എത്തിയിട്ട് വീണ്ടും ഇങ്ങനെ ഫേഡ് ചെയ്ത് പോകാനാണ് ചാൻസ്. ഓക്കെ, ഇത് അത്യാവശ്യം ടൈം കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് ചിലപ്പോൾ കയറിപ്പോകും. അത്യാവശ്യം കണ്ടിട്ട് ഒരു ബുള്ളിഷ് സൈൻ പോലെ തോന്നുന്നുണ്ട്. MACD കണ്ടോ, MACD സിഗ്നൽ കാണിക്കുന്നുണ്ട് ഇപ്പം തന്നെ. ഇത് ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ബൈ സിഗ്നൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ടോ, 5 മിനിറ്റ് 31% കൂടിയത് ആക്ച്വലി ഇതിൻ്റെ. ഓക്കെ, അപ്പം ഏതൊരു ചാർട്ടായാലും അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഉണ്ടോ, ഇതാണ് ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയൊരു വേവ് കഴിഞ്ഞു. ഇവിടെ എപ്പോഴും ഒരു റൗണ്ട് നമ്പർ ഏകദേശം 1 മില്യൺ ആ ഒരു റേഞ്ച് ആകുമ്പം നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു റൗണ്ട് നമ്പറിലോട്ടായിരിക്കും എപ്പോഴും ഇത് വരിക. എന്ന് വെച്ചാൽ എല്ലാവരും സെല്ല് ചെയ്യാൻ തുടങ്ങാം. എല്ലാവരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കയറി വന്നൊരു റൗണ്ട് നമ്പർ 1 മില്യൺ ആയപ്പോൾ സെല്ല് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിപ്പോൾ വരയ്ക്കാനുള്ള സാധനമാണ്. ഓക്കെ, ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ട്രേഡിങ്ങിൽ സക്സസ് ചെയ്യാൻ പറ്റും. ഈ എല്ലാ ഇതുണ്ടോ, ഈ ഒരു ശതമാനം ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി 1600% ഇതിനുള്ളത്. ഓക്കെ, ഈ ജസ്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ 1600% ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സംഭവം. അടുത്തത് ഈ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നതാണ് ഇത്. കണ്ടോ, വിചാരിച്ച പോലെ അധികം ഇത് കണ്ടോ,
ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനി അതും കയറിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എത്രയും വോളിയം കണ്ടു, ലിക്വിഡിറ്റി കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം ചിലപ്പം ഇടാൻ പോകരുത്. കാരണം കുറച്ചൊക്കെ റിസ്ക് കൂടുതലാണ്. ആക്ച്വലി നമ്മൾ ബുദ്ധിപൂർവ്വമായി കയറണം. കാരണം നമ്മൾ അത്യാവശ്യം ട്രെൻഡ് ലൈൻ നോക്കണം. കണ്ടോ, ഇവിടെ ഒന്ന് രണ്ടാമത്തെ വേവ് തുടങ്ങി, ഇവിടെ ഒന്ന് ഇറങ്ങി. ഓക്കെ, ഇവിടെ ഇറങ്ങിയപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ഇവിടെ വന്നേ, കുറച്ച് മുകളിലോട്ടാക്കട്ടെ. ഓക്കെ, അതിൻ്റെ ടോപ്പ് ഇവിടെ വന്നേ, ആക്ച്വലി ഇവിടെ. പക്ഷെ ഇതിൻ്റെ ടോപ്പ് കണ്ടോ, ഇതിൻ്റെ ടോപ്പ് ആക്ച്വലി ഇവിടെ വന്നേ. കണ്ടോ, രണ്ട് ടോപ്പും തമ്മിൽ വ്യത്യാസം. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് മുകളിലോട്ട് പോകത്തുള്ളൂ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ, ഏകദേശം 50-50 ആണെന്ന് ഞാൻ തന്നെ പറയും. കാരണം ഇങ്ങനത്തെ ട്രേഡ് കുറച്ച് റിസ്ക്കാണ്. സെക്കൻഡ് വേവ് വരെ, ആദ്യത്തെ വേവ് തന്നെ ഏകദേശം ഒരു 5% മീൻ കോയിന് ഈ ഒരു വേവ് വരത്തുള്ളൂ. ഓക്കെ, ഈ 5% പിന്നെ ഒരു 5%, അതിൽ 5% മാത്രമേ രണ്ടാമത്തെ വേവ് വരുള്ളൂ. അത് ഇവിടെ ഒരു നല്ലൊരു വോളിയം വന്ന് ഒരു മാർക്കറ്റിംഗ് ബൂസ്റ്റൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു. കണ്ടോ, ഇപ്പോൾ മാർക്കറ്റ് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി കയറി വന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വേവ് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരും. ഇതിനി അവസാനം ഫേഡ് ചെയ്ത് പോകാനാണ് ചാൻസ്, അത്യാവശ്യം വേവ് ഇല്ലെങ്കിൽ. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതൊന്ന് താഴ്ത്താക്കട്ടെ. ചിലപ്പം കയറിപ്പോൾ ചിലപ്പോൾ എനിക്കറിയില്ല, അത് അവരുടെ കഴിവ് പോലെ ഇരിക്കും. ഇവരുടെ കമ്മ്യൂണിറ്റിയും അങ്ങനത്തെ സപ്പോർട്ട് കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനത്തെ ട്രെയിലൊന്നും അത്യാവശ്യം എടുക്കാറില്ല. ഓക്കെ, നിങ്ങളും എടുക്കാൻ പാടില്ല, എടുക്കാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന് വെബ് പേജും ഇല്ല, ട്വിറ്റർ ഇല്ല, ടെലഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കുറച്ച് റിസ്കി മൂവാണ്. നമ്പർ 1 ആണ് ഇപ്പോഴും, എങ്കിലും ഇത് കുറച്ച് റിസ്കി മൂവാണ്. ഞാൻ എടുക്കാൻ പോകുന്നില്ല. നമ്മളധികം റിസ്കി, നമുക്ക് ബുദ്ധിപൂർവ്വം കളിച്ചാൽ മതി. പിന്നെ അടുത്തത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പ്രൊജക്ട്സ് ഇതിനകത്തോട്ട് വരുന്നുണ്ടോ നോക്കണം. ഓക്കെ, 3 മിനിറ്റൊക്കെ 12,000 പ്രശ്നം വരുന്നുണ്ട്. അത് ഏകദേശം ഒരേപോലത്തെ 12,000 മേടിച്ച് 12,000 സെല് ചെയ്തു. 12,000 മേടിച്ച് ഇതുണ്ട്, 4,700 ഗെയിം മേടിച്ച് ക്ലിയർ നമ്പർ. ഓക്കെ, ഇത് ഒരിക്കലും ഇങ്ങനത്തെ ട്രേഡ് എടുക്കരുത്. ഇത് ഇവർ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനത്തെ എന്തായാലും നോക്കണം. ഇതുണ്ടോ, ക്ലിയർ നമ്പർ. അപ്പോൾ 2,000 ഇത് ക്ലിയർ ആയിരിക്കും അതെന്തായാലും. ഓക്കെ, പക്ഷേ ഏകദേശം എനിക്ക് കണ്ടിട്ടൊരു സുഖമുള്ള പോലെ തോന്നുന്നില്ല. ആക്ച്വലി എല്ലാം കുറച്ചൊക്കെ സിമിലർ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് 500 പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേര് ഇതിനകത്ത് ബൈ ചെയ്യുന്നുണ്ടോ നോക്കും. ഇങ്ങനത്തെ ഒരു പൊസിഷൻ ആണെങ്കിൽ നമുക്ക് നോക്കേണ്ടത് വലിയ പ്രൊജക്ട്സ് ഇതിനകത്തോട്ട് ബൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ ആരെങ്കിലും അടുത്ത് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 15,000 തന്നെ നോക്കാം. ഇവിടെ അത്യാവശ്യം ബൈ സെല്ല് കൂടുതലും സെല്ലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാനധികം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, കറണ്ട് സ്റ്റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടം വരെ എത്തി, പക്ഷേ എന്നാലും തിരിച്ച് പോകുന്നുണ്ട്. അടുത്ത് നോക്കേണ്ട ഹോൾഡേഴ്സാണ്. ഹോൾഡേഴ്സ് നോക്കുകയാണെങ്കിൽ 3% ഹോൾഡ് ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ 4% ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അത് അത്യാവശ്യം കുറച്ച് സീനാണ്. ഓക്കെ, 4% പെട്ടെന്ന് അവർ ലാഭം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം കുറഞ്ഞു പോകും. അപ്പം ഇങ്ങനത്തെ ട്രേഡ് നമ്മൾ എടുക്കരുത്. ഓക്കെ, എന്തുകൊണ്ട് ഈ ട്രേഡ് എടുക്കുന്നില്ല എന്നാണ് നമ്മുടെ ഇന്നത്തെ പറയുന്നത്.